നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇങ്ങനെ നാളത്തെ വിശേഷത്തിൽ കൃഷ്ണജിയുടെ അരികിലേക്ക് ബബിത വരുവാണ്. ബബിത വന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ അവളോട് കിടന്ന് കൊഞ്ചിക്കൊഴയെന്ന് കേട്ടല്ലോ, ആ വേലക്കാരിയോടെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കൃഷ്ണജി പറഞ്ഞു, ഇങ്ങനെ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ? കണ്ടില്ല ആ ചേച്ചിയുടെ മുഖത്ത് എന്തൊരു ഐശ്വര്യമാണ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ടെന്ന് ചോദിക്കാം. എന്തൊരു വെളുപ്പാ ചേച്ചിക്ക്, ഞാൻ അതൊക്കെ ആ ചേച്ചിയോട് ചോദിക്കുമായിരുന്നു. പിന്നെ വെളുപ്പ് എന്തൊരു കൊള്ളാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണജി ബബിതയോട് പറഞ്ഞു, അത് ചേച്ചിക്ക് അസൂയ ആയതുകൊണ്ടല്ലേന്ന് ചോദിക്കാം. പിന്നെ എനിക്കൊരു അസൂയൊന്നും ഇല്ലെന്ന് പറയണം. അതെ, ആ ചേച്ചി പാവാന്ന് തോന്നുന്നു സംസാരം കേട്ടിട്ട്. ചേച്ചി എന്നോട് പേരൊക്കെ ചോദിക്കുമായിരുന്നു, ഞാൻ ചേച്ചിയോടും പേരൊക്കെ ചോദിച്ചെന്ന് പറയാം. അധികം അടുപ്പത്തിനൊന്നും പോണ്ട, അറിയാലോ ഇവിടുത്തെ അമ്മയുടെ സ്വഭാവം എന്താന്ന്. വെറുതെ അമ്മയുടെ വായിന്ന് ചീത്ത വാങ്ങിച്ച കേട്ടണ്ട, പഠിക്കാൻ പറഞ്ഞ് നീ അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയാം. പിന്നെ ചേച്ചി ഭയങ്കര പഠിത്തക്കാരിയാണല്ലോ എന്ന് പറയും. അതെ, എന്നെ കൂടുതൽ പേടിപ്പിക്കാൻ നീ വരണ്ടെന്ന് പറയണം. ഈ സമയം കൃഷ്ണജി പറഞ്ഞു, അല്ലേലും ചേച്ചിക്ക് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണജി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് എണീറ്റ് പോവാണ്. ബബിതയ്ക്കത് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ സമയം മുത്തശ്ശിയുടെ അരിയിലേക്ക് അലീന എന്ന് ഇപ്പം മുത്തശ്ശി ചോദിച്ചു, അല്ല എന്തിനായിരുന്നു മോളെ അവളെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുക. അത് പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാനായിട്ട്. ഇനി അവളിങ്ങനെ ഓരോന്നിനെ വിളിച്ചുകൊണ്ടേയിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ സ്വഭാവമൊക്കെ ഇങ്ങനെയാന്ന് പറയണം. മോൾക്ക് നല്ല വിഷമമുണ്ടല്ലേ എനിക്ക്. എന്തിന്? അല്ല കുറേ ജോലിയില്ലേ ഇവിടെ, തീരുമ്പോൾ ജോലി എന്നുകൊണ്ടിരിക്കുമല്ലേ, ഒരുമാതിരി കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്ന ബോധത്തെ പോലെ. അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, ഇതൊക്കെ എൻ്റെ കടമയല്ലേ, ഞാനിതൊക്കെ ചെയ്തോളാം. ഇപ്പം എനിക്ക് എൻ്റെ സ്വന്തം വീടാണെങ്കിൽ ഞാനിതൊക്കെ ചെയ്യണ്ടേന്ന് ചോദിക്കുക. എന്നാലും അതങ്ങനെയല്ലല്ലോ, കുറച്ച് പൈസ എന്ന് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് പണിയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാം അവൾ കാരണം, ആ കമല കാരണം. അവളാണ് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വിട്ടിരിക്കുന്നതെന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് ആ കാര്യത്തിൽ വിഷമമൊന്നും ഇല്ല എന്ന് പറയണം. അല്ലെങ്കിലും അലീനയ്ക്ക് ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിഷമമില്ല. പക്ഷേ തൻ്റെ അമ്മയുടെ സ്വഭാവം അത് മാത്രമാണ് അലീനയ്ക്ക് പിടിക്കാത്തുള്ളൂ. ആ ദേഷ്യപ്പെടുന്ന കണ്ട് അലീനയ്ക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഒരിക്കലും അലീനയുടെ മനസ്സിൽ അങ്ങനെയുള്ളൊരു അമ്മയുടെ മുഖമായിരുന്നില്ല. തന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തന്നെ സ്നേഹിച്ചില്ല മറ്റുള്ളവരോട് സഹാനുഭൂതിയും കരുണയൊക്കെ ഉള്ള ഒരാളായിരുന്നു അലീനെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമായിരുന്നു. പിന്നീട് അലീന പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഹരിശങ്കർ പോകാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീന അടുത്തേക്ക് വരുവാണ്. അലീന തെല്ലും ഭയന്നില്ല, അല്ലെങ്കിൽ അലീനയ്ക്ക് ഭയമില്ല. അവൻ വരുമ്പോൾ താനെന്തിനാ ഭയക്കണം, താനൊരു തെറ്റും ചെയ്തിട്ടില്ലോ. പിന്നീട് ഹരിശങ്കർ വന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമൊന്നും വേണ്ട, എപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് കിട്ടുമെന്ന് പറയണം. ഒരു ദിവസം ഇന്നലെ നിന്നോട് ഞാൻ കഥകം വന്ന് മുട്ടിയിട്ട് തുറക്കാൻ പറഞ്ഞിട്ട് നീ തുറന്നില്ലേ, നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്കാളും വരും, അല്ലെങ്കിൽ നിന്നെ അവിടെ വരുത്താനൊക്കെയുള്ള മാർഗം എനിക്കറിയാമെന്ന് പറയണം. അലീന അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഈ സമയം ഹരിശങ്കർ ഓർത്ത്, ഇവളെന്താ ഇങ്ങനെയൊക്കെ, എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറുപടിയും പറയത്തില്ല, ഇങ്ങനെയുണ്ടോ എന്നൊരു ചിന്തയൊക്കെ വരുവാണ്. അപ്പോഴേക്കാണ് രോഹിത് അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് ഹരിശങ്കർ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഹരിശങ്കർ വീട്ടിലേക്ക് പോയി. അലീനയ്ക്ക് പകുതി സമാധാനമായി. ഓ എൻ്റെ പൊന്നെ രക്ഷപ്പെട്ടല്ലോ, ഇവനെ കൊണ്ട് 2 ദിവസം അവിടെ എന്തൊരു ശല്യമായിരുന്നു. പുറയുന്നു മാറാതെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറകെ തന്നെ ശല്യം കൂടി നടക്കും. പക്ഷേ അലീനയ്ക്ക് ഭയമൊന്നും തോന്നിയില്ല. എന്നാലും പക്ഷെ ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് താനായിരിക്കും ചീത്ത കേൾക്കേണ്ടവരെന്ന് അലീനയ്ക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിലും വലിയ വീട്ടിലെ പിള്ളേരെന്ത് ചെയ്താലും അവരുടെ കാരണന്മാരൊന്നും പറയത്തില്ലോ. അവിടെ തെറ്റ് ചെയ്യാതെ താൻ നിന്നാലും തന്നെ ചീത്ത പറയണം എന്നുള്ള കാര്യം അലീനയ്ക്ക് നന്നായിട്ടറിയായിരുന്നു. അങ്ങനെ പകലൊക്കെ ആണെങ്കിലും അലീന അവിടുത്തെ ഓരോ ജോലികളും ചെയ്തങ്ങ് നടന്നു. വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കറല്ല ബാലേന്ദ്രൻ ശിവശങ്കരനെ കൊണ്ടുവിടാൻ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ചെന്നിട്ട് വൈജയന്തി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ശിവേട്ടൻ കയറി പോയെന്ന് ചോദിക്കും. പോയെന്ന് പറയണേ. പിള്ളേരൊക്കെ എന്തെന്ന് ചോദിക്കുക. എല്ലാവരും അപ്പുറത്തുണ്ടെന്ന് പറയണം. എന്നാൽ കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുക. എടുക്കാൻ പറയണം. അപ്പോഴേക്കും വൈജയന്തി എന്ത് ചെയ്യണം, അവളെ വിളിക്കുകയാണ്, അലീനയെ വിളിക്കുകയാണ്. അലീനെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതെ എല്ലാവരും കഴിക്കാനൊക്കെയുള്ള ആഹാരമൊക്കെ എടുത്തു വെക്കാൻ പറയണം. അലീന നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പോയിട്ട് കഴിക്കാനുള്ള ആഹാര സാധനങ്ങളൊക്കെ ടേബിളെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും കഴിക്കാനായിട്ട് ഇറങ്ങി വന്നു. അങ്ങനെ കഴിക്കാൻ ഇറങ്ങി വന്ന് എല്ലാവരും ഇരിക്കുകയാണ്. ഈ സമയത്ത് അലീന എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. വൈജയന്തിയൊക്കെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ബാലേന്ദ്രൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അലീന ഇഷ്ടപ്പെട്ട വൈജയന്തി എന്ന് ചോദിക്കുക. ഇഷ്ടപ്പെടാൻ ഇതെന്താ, വല്ല കല്യാണാലോചന മറ്റോ ആണോന്ന് ചോദിക്കുക. അതല്ല ഞാൻ ഉദ്ദേശിച്ച, അതല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ അമ്മയെ നന്നായിട്ട് നോക്കുന്നില്ലെന്ന് ചോദിക്കുക. നോക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നോക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പുത്തനച്ചി പെരപ്പുറം തൂക്കുന്നല്ലേ പറയണേ. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതാന്ന് പറയണം.
വൈജയ. അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമല്ല ചെയ്യേണ്ടതെന്ന് പറയണം. ഈ സമയത്ത് ഒരു നിമിഷം വൈജയന്തി എന്ത് ചെയ്യുകയാണ്, ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടിച്ചു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എങ്ങും പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടാണ് ഇത്ര ദൂരെ പോയി ഇത്ര ചെറുപ്പക്കാരനെ കൊണ്ടുവന്നേ? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ബാലേന്ദ്രനും മനുവിനെന്ന് ചോദിക്കുക. അത് പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞിട്ടല്ലേന്ന് ചോദിക്കും. ഓ, എൻ്റെ അച്ഛൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അങ്ങ് കഴക്കൂട്ടത്ത് പോയി ഒരുത്തിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഇത്ര ചെറിയ പ്രായക്കാരിയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഈ വീട്ടിൽ. അമ്മയെ നോക്കാനായിട്ട് ഇത്ര പ്രായമുള്ള പെണ്ണ് മതിയായിരുന്നു പറയണം. അത് നിന്റെ അച്ഛനോട് പറയണമായിരുന്നു. എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ട് അന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ പറയാനും പറ്റില്ലോ, മരിച്ചു പോയില്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വന്നു. വൈജയന്തി പറഞ്ഞു, അല്ലെങ്കിലും ബാലേന്ദ്രൻ ഇങ്ങനെയുള്ള വർത്താനമൊക്കെ അല്ലേ പറയുള്ളൂ എന്ന് പറയണം. ഇതൊക്കെ കേട്ട് അലീന അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല ഇവളുടെ അച്ഛനും അമ്മയും ഏതൊക്കെയാന്ന് ബാലേന്ദ്രനും വല്ല അറിയാമെന്ന് ചോദിക്കും. എനിക്കെങ്ങനെ അറിയാം? കണ്ട ഓർഫനേജിൽ കിടന്ന ഏതോ ഒരു പെണ്ണാണ്. ഇവളുടെ അമ്മയെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവൾക്കൊന്നും അറിയത്തില്ല എന്ന് പറയണം. ബാലേന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ഓർഫനേജിൽ കിടക്കുന്ന കുട്ടികൾക്ക് അവരുടെ അച്ഛനെ ഒന്നും അമ്മയെ അറിയത്തില്ലല്ലോ, ഉപേക്ഷിക്കപ്പെട്ട് അവിടെ ചെന്നിരിക്കുന്നതല്ലേ നിൽക്കും. അതങ്ങനെയാ, ചിലരുടെയൊക്കെ തിരുമോന്ന് കണ്ടാൽ പിന്നെ അവരെ കൊണ്ട് ഓർഫനേജിലല്ല എവിടെയാളും കൊണ്ട് ഉപേക്ഷിച്ചു പോകും. ഇവളുടെ മുഖത്ത് ഇച്ചിരി വെളുപ്പുണ്ടെന്ന് ഓർത്തുകൊണ്ട് വേറൊന്നും ഞാൻ ഇവള് കാണുന്നില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടമായി. കാരണം സ്വന്തം അമ്മയായി പറയണമെന്ന് ഓർക്കണം. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, നീ എന്താ വൈജ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക. പിന്നെ അല്ലാതെ, അതെ, ബാലേന്ദ്രൻ അറിയത്തില്ലല്ലോ ഇവളെങ്ങനെ അവിടെ കഴിഞ്ഞെന്നുള്ള കഴക്കൂടത്തിൽ. ഇവളിവിടെ വന്നതിന് ശേഷം പറയുന്നത് അമ്മയാളും പറഞ്ഞു ഇവളുടെ ഒരു മമ്മിയുടെ കാര്യം പറഞ്ഞെന്ന്. എന്തോ ബ്രിജിത്താമ്മയോ അങ്ങനെ എന്തോ ഒരു മമ്മിയുടെ കാര്യമൊക്കെ അവരാണ് നോക്കി വളർത്തിയെന്നോ അങ്ങനെ എന്തൊക്കെയോ മറ്റോ പറയണു. അല്ല, ഇത്ര ബുദ്ധിമുട്ടി ഇവിടുന്ന് അച്ഛൻ പോയി കൂട്ടിക്കൊണ്ട് വന്ന എന്തിനാന്ന് മനസ്സിലായില്ല. അവരുമായിട്ട് എന്താ ബന്ധമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഓർഫനേജിൽ പോയി ഈ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അച്ഛന് വല്ല പരിചയം ഉണ്ടായിരുന്നോ ആർക്കറിയാം എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് നല്ല സങ്കടവും ദേഷ്യം വന്നു. അലീന പറഞ്ഞു, അതെ വേറെ എന്ത് വേണം പറഞ്ഞു, എൻ്റെ മമ്മിയെക്കുറിച്ചൊന്നും പറയില്ലെന്ന് പറയണം. നിന്റെ മമ്മിയെക്കുറിച്ചോ? ഓ, നിന്റെ മമ്മിയായിരിക്കും നിന്നെ വളർത്തി ഇങ്ങനെ വഷളാക്കി വിട്ടേക്കുന്നല്ലേന്ന് ചോദിക്കുക. അതിന് എൻ്റെ മമ്മി എന്നെ വളർത്തി വഷളാക്കി വിട്ടിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് എന്നെ വളർത്തിയെന്ന് പറയണം. ഒരു പക്ഷേ എൻ്റെ പെറ്റമ്മ നോക്കുന്നേക്കാളും നന്നായിട്ടാ എൻ്റെ മമ്മി എന്നെ നോക്കിയത്. അത് പക്ഷേ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല വൈജയന്തിക്ക്. നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. നിന്റെ മമ്മിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അതെ, എൻ്റെ മമ്മിയുടെ പേരൊന്നും ഇതിനകത്തേക്ക് വലിച്ചൊഴിക്കേണ്ട കാര്യമില്ല. എൻ്റെ മമ്മി ആരോരും ഇല്ലാത്ത എന്നെ എടുത്ത് വളർത്തിയത് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വന്നേ. അതുകൊണ്ട് എന്നെ മമ്മിയെ പറയണ്ടെന്ന് പറയണം. വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വൈജയന്തി പിന്നെയും പുറത്ത് കഴിയുമ്പോഴത്തേനും അലീനയ്ക്ക് ദേഷ്യം വന്നു. അലീന പറഞ്ഞു, അതെ എൻ്റെ മമ്മിയെ പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൈ ചൂണ്ടുവാണ്. ഒരു നിമിഷം വൈജയന്തി ഞെട്ടിപ്പോയി. എൻ്റെ മമ്മിയേനെ ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞു പോയേക്കളെന്ന് പറയണം. അതിനുള്ള യോഗ്യതയൊന്നും പെറ്റമ്മയായ നിങ്ങൾക്കില്ല എന്ന് പറയണം. നിങ്ങൾ ഒരു 3 കുട്ടികളുടെ അമ്മയല്ലേ, അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ മമ്മിയെ കുറ്റം പറയാൻ യോഗ്യതയില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞ്, കണ്ടില്ലേ അവള് പറഞ്ഞു കേട്ടോ ബാലേന്ദ്ര, ഇവൾക്ക് ഇത്ര നാക്കായിരുന്നു എന്നൊക്കെ ചോദിക്കണം. ബാലേന്ദ്രൻ പറഞ്ഞു, എന്താ വൈജയത്? നീ എന്തിനാ വെറുതെ കടിക്കാത്ത പട്ടിയുടെ വായിക്കകത്ത് കോലിട്ട് കിട്ടി കടി മേടിക്കുന്നേ? അവള് മര്യാദയ്ക്കിരുന്നല്ലേ, നീ അല്ലേ ഓരോന്ന് കുത്തി ചോദിച്ചോന്ന് ചോദിക്കണം. വൈജയന്തി പറഞ്ഞു, നിന്നെ കാണിച്ചു തരാന്നൊക്കെ പറയണം. അലീന അവിടെ നിന്നില്ല. അലീന നേരെ മുറിയിലേക്ക് കയറി വരുവാണ്. അലീനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ എന്ത് സഹിക്കും? തൻ്റെ മമ്മിയെക്കുറിച്ച് പറഞ്ഞാൽ മാത്രം അലീനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. മമ്മി മരിച്ചു പോയാലും മമ്മി നല്ല രീതിയിൽ തന്നെ രേവതിക്കുട്ടീനെ ചിന്നുമോളെയൊക്കെ വളർത്തിയത്. അതൊക്കെ ഓർത്തപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നീട് സൗദാമിനിയമ്മ മുത്തശ്ശി ചോദിച്ചു, എന്താ മോളെന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയോ ചെയ്തേ. പക്ഷേങ്കിൽ അലീനയുടെ മനസ്സ് നിറയെ വേദനയായിരുന്നു. ബാലേന്ദ്രനാണ് കൃഷ്ണചേതിക്കാണ് സങ്കടം വന്നു. കാരണം അലീന നല്ല വിഷമിച്ചാൽ പോയെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ വന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് മണിശങ്കർ വിളിക്കുകയാണ്. മണിശങ്കർ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. മുത്തശ്ശിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നൊക്കെ അറിഞ്ഞപ്പോൾ മണിശങ്കർ പറഞ്ഞു, അതെന്താണെന്ന് നല്ല കാര്യം. അല്ല ആ പെങ്കൊച്ചുണ്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ നോക്കിയിട്ട് നല്ല മിടിക്ക് കൊച്ചങ്ങ അത് അലീന. ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും അതിൻ്റെ പെരുമാറ്റം എല്ലാം കുഴപ്പമില്ല. പക്ഷേ ഉണ്ടല്ലോ, നിൻ്റെ അപ്പച്ചിയുടെ സ്വഭാവം നിനക്കറിയാലോ. അപ്പച്ചിയുടെ അടുത്ത് നിൻ്റെ അമ്മയുടെയൊക്കെ അടുത്ത് പിടിച്ചു വയ്ക്കാന്ന് പറഞ്ഞ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് അറിയണം. പിന്നെ ആ പെങ്കൊച്ചായതുകൊണ്ട് പിന്നെ ഒരു പരാതിയും പരിഭവങ്ങളൊന്നും പറയുന്നില്ല. അതിന് ചിലപ്പോൾ കയറിപ്പോകാൻ വേറെ ഇടവില്ലാത്തതുകൊണ്ടായിരിക്കും അതൊന്നും പറയാത്തതെന്നൊക്കെ പറയണം. അത് കേട്ട മണിശങ്കർ പറഞ്ഞു, പാവം അലീന, എനിക്കത് ആദ്യമേ മനസ്സിലായതാ. മുത്തശ്ശീനെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയണം. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, ഒരു പക്ഷേ നിൻ്റെ മുത്തശ്ശൻ ഒരു നല്ല കാര്യം ചെയ്തിട്ടാ പോയേക്കെന്ന് പറയാം. നമുക്കെന്താണല്ലോ അവളെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയല്ലോ. അതുകൊണ്ട് നിന്റെ മുത്തശ്ശിയുടെ കാര്യം ഏകദേശം തീരുമാനമായി. ഇനിയിപ്പം മുത്തശ്ശി നല്ല ഓടിപ്പാഞ്ഞ് നടന്നോളൂ എന്നൊക്കെ പറയണം. മണിശങ്കറിനൊരു ആശ്വാസം തന്നെയായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പം.
അലീനയെക്കുറിച്ച് ഓർക്കും മനുഷ്യങ്കറിൻ്റെ മനസ്സിൽ എവിടെയോ ഒരു ഇതുണ്ട്. കാരണം മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും അവളെ കൈവിടല്ല, അവളെ ദത്തെടുക്കുന്ന പോലെ ആയിരിക്കണം. പിന്നെ ഈ കാര്യങ്ങളൊന്നും പുറത്തൊന്നും ആരും അറിയാൻ പാടില്ലെന്ന്. എന്തായിരിക്കും ഒരു പക്ഷേങ്കിൽ അത് അലീനെ മുത്തശ്ശൻ നമ്മളുടെ ബന്ധം എന്തായിരിക്കും എന്നൊരു ചിന്തയൊക്കെ മനുഷ്യങ്കറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.